ഫാദർ നമസ്കാരം. 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 ഫാദർ, ഇപ്പോൾ പ്രതിഷേധ ഒരു നിരാഹാര സമരം 34-ാം ദിവസമായിരിക്കുകയാണ്. ഇനി എന്താണ് നിങ്ങളുടെ ഏക പ്രതീക്ഷ? ഞങ്ങളുടെ പ്രതീക്ഷ 22-ാം തീയതി കേരള സർക്കാരിൻ്റെ ഇടപെടലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഒരു പരിഹാരം ഉണ്ടാവണം. മാത്രമല്ല, അവിടെ കൊണ്ട് ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒരു ഭരണഘടനാ പ്രശ്നമാണ്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നിയമത്തിൻ്റെ പിൻബലത്തിൽ നിലനിൽക്കുന്ന ഒരു നിയമം ആയതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ തന്നെയാണ് അതിന് പരിഹാരവും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഈ ശീതകാല സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയും അവിടെ അത് പാസ്സാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ പ്രതീക്ഷ. താൽക്കാലികമായ ചില ശമനങ്ങളൊക്കെ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അതൊരു ശാശ്വത പരിഹാരമാവാൻ സാധ്യതയില്ല. കാരണം ഇത് നിയമപ്രശ്നമാണ്. നിയമം ഭേദഗതി ചെയ്യേണ്ടത് പാർലമെൻറ്റാണ്. അതുകൊണ്ട് പാർലമെൻറ്റിലെ ഭേദഗതിയിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഈ കേരളത്തിലെ നിരവധി സംഘടനകൾ, ഒരുപാട് സംഘടനകൾ പല രീതിയിലുള്ള പല വിഷയങ്ങളിലും പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ഈ ഒരു കരി നിയമത്തിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വരുന്നില്ല. അത് BJPയും അതോടൊപ്പം തന്നെ SNDP അടക്കമുള്ള ചില സംഘടനകളൊക്കെയാണ് വരുന്നത്. പക്ഷെ മറ്റുള്ള ആരും വരുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? അങ്ങനെ അല്ല, എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഇസ്ലാം സംഘടനകളും ഇസ്ലാം വ്യക്തികളും ഇതിനെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ട്, വക്കീലന്മാർ സംസാരിക്കുന്ന എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കേരളത്തിൻ്റെ പൊതു മനസാക്ഷി മുനമ്പത്തോടൊപ്പം തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. എന്നാൽ കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും താങ്കൾ പറഞ്ഞ പോലുള്ള ചാനലുകൾ വരുന്നുണ്ട്. ജനം TVയും News 18 ഒക്കെയാണ് അത് ഗൗരവമായി ആദ്യമായിട്ടെടുത്ത്, മറുനാടൻ മലയാളി, അങ്ങനെ എല്ലാവരും അത്തരത്തിൽ ഇതിനകത്ത് പ്രതികരണവുമായി മുന്നോട്ട് വരുന്നുണ്ട്. അത് വലിയൊരു പ്രതീക്ഷയാണ്. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹം മുനമ്പത്തോടൊപ്പം തന്നെയാണ്. പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ കണ്ടൊരു നാടാണ് നമ്മുടെ കേരളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ച ഒരു സംഘടനകളും ഈ ഒരു വിഷയത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല. കാരണം എന്തായിരിക്കും? അത് വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ഈ മുനമ്പം പ്രശ്നം ഒരിക്കലും ഒരു വർഗീയ പ്രശ്നമല്ല, അതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല, ഇത് ജനതയുടെ പ്രശ്നമാണ്. അപ്പം എല്ലാ സംഘടനകളും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുസ്ലിം സംഘടനകൾ തന്നെ മുനമ്പത്തെ പ്രശ്നത്തിൽ പങ്കെടുത്ത് ഇതിന് അനുഭവം പ്രകടിപ്പിക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു താല്പര്യം. അല്ലാതെ ഇതൊരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ അപരത്വം സൃഷ്ടിച്ച് മാറി നിൽക്കേണ്ടതല്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. എല്ലാവരും ഈ പ്രശ്നം ഏറ്റെടുത്ത് മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയാണ്. 2-ാം തീയതി നടക്കുന്ന ഈ ഒരു ചർച്ച, അത് വിജയപ്രതീക്ഷയുണ്ടോ? അതിലൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകളല്ലേ, അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും വളരെ പ്രതീക്ഷയോടെ തന്നെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും. മുഖ്യമന്ത്രി അത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം അതിലെ ജനങ്ങളുടെ സൗകര്യമാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് നിശ്ചയമായും കേരള സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗൗരവമായി വിഷയം എടുക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതിയിലൂടെ തന്നെ ആയിരിക്കും. അല്ലാതെ വേറൊരു പരിഹാരം ഇതിനുണ്ടാവുമെന്ന്, നമുക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ സഭയുടെ ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി അതിനുവേണ്ടിയുള്ള ശ്രമമുണ്ടോ? JPCയിൽ ബഹുമാനപ്പെട്ട മുനമ്പത്തെ അച്ഛൻ സംബന്ധിച്ചിരുന്നു. JPCയിൽ വന്നപ്പോൾ ജോയിന്റ് പാർലമെന്റ് കൗൺസിലിൽ സംസാരിച്ചു, മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അന്ന് അവിടുത്തെ മിനിസ്റ്ററെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇതുണ്ട്. എന്നാൽ അല്ലാതെ നേരിട്ട് അമിത്ഷായോ പ്രൈം മിനിസ്റ്ററോ ഒന്നും കണ്ടതായിട്ട് എനിക്കറിയില്ല. അത് ഇവിടുത്തെ മാനേജർ അച്ഛനോട് ചോദിച്ചു. അങ്ങനെ ഈ പല വിഷയങ്ങളും ഇതുപോലെ സഭയുടെ നേതൃത്വം നേരിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴായിട്ടത് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ച് മോദിയെ കാണാന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും ഇത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി അക്കാര്യത്തിലൊക്കെ വളരെ നല്ല സമീപനം സ്വീകരിക്കുന്ന ആളാണ്. കുറച്ചുകൂടെ അക്സസിബിൾ ആണ്, നമുക്ക് പോയി കാണാം. അത് തീർച്ചയായിട്ടും ഇവിടുത്തെ അത് ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും. അതിൻ്റെ ഒന്നും ആവശ്യം വരാതിരിക്കട്ടെ. പ്രശ്നം പെട്ടെന്ന് തന്നെ പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ പരിഹരിക്കപ്പെടണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അത് നിർവഹിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കേരളത്തിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ LDFിൻ്റെ ഒരു മന്ത്രി പോലും പറഞ്ഞിരുന്നു, ഈ മുനമ്പം വിഷയത്തിൽ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഒരു വലിയ ശ്രമം നടക്കുന്നു. ജനങ്ങളുടെ ഒരു പ്രതിസന്ധി പൊതുസമൂഹത്തിനിടയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നവരെ വർഗീയവൽക്കരിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ഒരു ശ്രമം നടക്കുന്നത് അതത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു ജനകീയ പ്രശ്നത്തെയും വർഗീയവൽക്കരിച്ച് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ മുനമ്പത്തെ പ്രശ്നം മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കുക. ഇവിടെ 100-ലധികം 100-200ഓളം ഹിന്ദു കുടുംബങ്ങളുണ്ട്.
അവർ ഇതിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ഹിന്ദു സഹോദരങ്ങൾ, ഹിന്ദു പാർട്ടികൾ, അത്തരം ആളുകൾ ഇവിടെ വരുന്നത് എങ്ങനെയാണ് ഒരു വർഗീയതയായി മാറുന്നത്? നമുക്കത് മനസ്സിലാവുന്നില്ല. ഒരു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനെ വർഗീയവൽക്കരിച്ചാൽ അതിനെ തമസ്കരിക്കാമെന്നുള്ളൊരു ഫിലോസഫി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. പക്ഷേ ഞങ്ങൾ പറയും, നമ്മുടെ ഒരു താല്പര്യം, കേരളത്തിലെ മുസ്ലിങ്ങൾ സഹോദരന്മാർ വളരെ നല്ല മനുഷ്യരല്ലേ കേരളത്തിലെ മുസ്ലിങ്ങൾ. കുറച്ച് പേരൊക്കെ ഉണ്ടാവും അതിനെ പറയിപ്പിക്കാൻ. പക്ഷേ വളരെ നല്ല ധാരാളം മനുഷ്യരുള്ള ഒരു സമൂഹം തന്നെയാണ് മുസ്ലിം സമൂഹം. ഞങ്ങളുടെയൊക്കെ ചുറ്റുപാടും മുസ്ലിങ്ങൾ താമസിക്കുന്നത്. എന്തൊരു നല്ല സ്നേഹവും കരുതലുള്ള മനുഷ്യരാണ് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ഇത് തകർക്കും എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. വളരെ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ അതിന് ശ്രമിച്ചേക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് ദയവ് ചെയ്ത് ആരും കാണരുത്. ഇത് ഒരു പള്ളിയുടെ അങ്കണത്തിലാണ് ഈ സമരം നടക്കുന്നത് എന്നത് യാദൃശ്ചികം സംഭവിച്ചായിരിക്കാം. അത് ഒരു മതപരമായ യാതൊരു ഘടനയും ഈ സമരത്തിനില്ല. തീർച്ചയായിട്ടും ആണല്ലോ. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം സഭ എല്ലാ കാലത്തും നിന്നിരുന്നു. ഇതിപ്പോൾ ഈ മുനമ്പത്ത് ക്രൈസ്തവരല്ല കൂടുതലായിരുന്നെങ്കിലും ഈ സഭയുടെ ഈ ഭാഗം തുറന്നു കൊടുക്കപ്പെടുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഭ എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങളോട് കൂടെ നിന്ന് അവരോടൊപ്പമാണ് പൊരുതിയിട്ടുള്ളത്. അതുകൊണ്ട് പള്ളിയും പള്ളിയുടെ അങ്കണവും ഒക്കെ ഏത് കാലത്തും, അത് ക്രൈസ്തവരാവണമെന്നില്ല, ഏത് പ്രശ്നം വന്നാലും സഭ അവരുടെ കൂടെ ഉണ്ടാവും. തീരദേശ വിഷയം പോലെ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനുള്ളിൽ നടന്നൊരു കാര്യമായിരുന്നു ലക്ഷദ്വീപ് വിഷയം. അത് പ്രചരിപ്പിച്ചിരുന്നത് വേറൊരു രീതിയിലാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും അതിൽ വലിയ ഒരു പ്രതിഷേധവുമായിട്ട് ലക്ഷദ്വീപ് ജനതക്കൊപ്പം ലക്ഷദ്വീപ് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. പൃഥ്വിരാജ് അടക്കമുള്ള മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകൾ. പക്ഷേ ഈ ഒരു മുനമ്പം വിഷയം വന്നപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം തന്നെ ഇവിടെ ഇല്ലാത്ത രീതിയിലാണ് വലിയ രീതിയിലൊരു മൗനം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കാനാണ് താങ്കൾക്ക് തോന്നുന്നത്? ഒന്ന്, അവർ ഈ മുനമ്പം പ്രശ്നം ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അവർ പ്രതികരിക്കുന്നത്. 34 ദിവസമായി സമരത്തിലിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ വലിയ രീതിയിൽ ഇതൊരു ബില്ലായി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു വിഷയത്തെ പറ്റി ഇനിയും പഠിച്ചില്ല എന്ന് പറയുന്നത് അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്? ഒരിക്കലും അത് ശരിയല്ല. എല്ലാ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലും ഇടപെടണം. അതൊക്കെ നമ്മുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് സിനിമാ താരങ്ങളാവട്ടെ, മുൻനിരയിൽ നിൽക്കുന്നവരാവട്ടെ. കാരണം നമ്മളെയൊക്കെ ലോക്കൽ മേഖലകളിൽ ജീവിക്കുന്നവരുടെ അഭിപ്രായങ്ങൾക്കും വാക്കുകളേക്കാളൊക്കെ ഒത്തിരി സ്വാധീനം ഉയർന്ന നിലവിലുള്ളവരും സെലിബ്രിറ്റീസിനൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കേണ്ടതാണ്. അതിനകത്ത് മതം നോക്കാതെ പ്രതികരിക്കേണ്ടതാണ്. അതൊരു വർഗീയ വിഷയമല്ലല്ലോ, ഒരു ജനകീയ വിഷയമല്ലേ. അപ്പോൾ ജനനായകന്മാരായിട്ടുള്ളവരെല്ലാവരും തന്നെ ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കേണ്ടതാണ്. ലക്ഷദ്വീപ് വിഷയത്തിൽ ഉണ്ടായ ഒരു ആവേശം ഇവിടെ കാണുന്നില്ലെന്ന് പറയുന്നത് ശരിയാണ്. അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പൗരത്വ ഭേദഗതി ബില്ലിലും അതെ, ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് അതിനെതിരെ പറഞ്ഞിരുന്നത്, ബില്ല് ഇപ്പോൾ പാസ്സായി, നടപ്പിലായി, പറഞ്ഞിരുന്നത് ഇവിടെ നിന്ന് ന്യൂനപക്ഷങ്ങളെ പുറത്താക്കാൻ, മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണെന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അങ്ങനെ നിന്നിരുന്നു, പല സംഘടനകളും അങ്ങനെ നിന്നിരുന്നു. ഒരാൾ പോലും ഈ നിയമം പാസ്സായതിനു ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് വിട്ടുപോകേണ്ടി വന്നിട്ടില്ല. BJP അന്നും പറഞ്ഞിരുന്നത് ഇത് കള്ളപ്രചരണമാണ് എന്നുള്ളൊരു വിഷയമാണ് പറഞ്ഞിരുന്നത്. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായില്ലേ കേന്ദ്ര സർക്കാർ പറഞ്ഞത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യം തന്നെയല്ലേ. ഇവിടുന്ന് ആരെയും പുറത്താക്കാൻ വേണ്ടിയുള്ള നിയമമായിരുന്നില്ല, അകത്താക്കാൻ വേണ്ടിയുള്ള നിയമമായിരുന്നു. ധാരാളം ആളുകൾക്ക് ഇന്ത്യയിലേക്ക് വരാനും ഇവിടെ സ്വസ്ഥമായി ജീവിക്കാനും ഉള്ള വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. അതുകൊണ്ട് പേരിൽ ഒരു വലിയ സമൂഹം വർഗീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെ. അത് വലിയ സമൂഹം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിംസും അതിനെതിരെ ഒന്നും അങ്ങനെ വലിയൊരു മുന്നേറ്റമായിട്ടില്ല. കുറേ സംഘടനകളൊക്കെ ഇറങ്ങിയും ആളെ കൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ത്യയിലെ നല്ലവരായ മുസ്ലിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് അവർക്കിപ്പോൾ അത് കൂടുതൽ ബോധ്യമായിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്.